ഇങ്ങനെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്ട്രോബെറിനെ പെയിന്റ് ചെയ്തെടുക്കണം. എവിടെയൊക്കെ നമുക്ക് സ്ട്രോബെറിനെ വരച്ചെടുക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ പിന്നി വെച്ച് കുത്തി കൊടുത്ത് എന്തിനാണെന്നറിയോ? നമ്മുടെ സ്ട്രോബെറിക്ക് അതിന്റെ മേലെ കുറെ കുത്തുകളുണ്ടല്ലോ, അതിനാ. സ്ട്രോബെറിനെ വരച്ചെടുക്കാനുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമേ ഹോൾസ് ഇട്ട് കൊടുക്കാവൂ. ഇനിയിപ്പോ എന്താ അതാ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ എടുത്തിരിക്കുന്നതേ സ്ട്രോബെറിന്റെ തന്നെ ബോക്സാണ്. ഇങ്ങനെ കട്ടിയില്ലാത്ത ബോക്സ് എടുത്താൽ നമുക്ക് ഹോൾസ് ഒക്കെ ഇട്ടെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മളൊരു ഗിവ് അവേ കണ്ടെത്തിയെന്ന് തോന്നിയിരിക്കുകയാണ്. നല്ലൊരു കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ അത്രേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ മൂടണം. ആദ്യം ഞാൻ ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ചാ, പക്ഷെ നമ്മുടെ ഈ ബോക്സിന് ഒട്ടും കട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഈ കെട്ടി വെക്കലൊന്നും നടന്നില്ല. പിന്നെ അങ്ങ് പശ തേച്ച് ഒട്ടിച്ചെടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഇതിനൊരു കാല് വേണം. ആ ഒരു കാല് വെക്കാനാണ് ഞാൻ കുറേ ടൈം എടുത്തത്. ഇങ്ങനെ കുറെ പ്ലേറ്റ്സ് ഒക്കെ പോലെ ഇട്ട് കൊടുത്ത് അതിനിങ്ങനെ കളറൊക്കെ കൊടുത്തു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കതിന് ഇഷ്ടമായില്ല, എന്തോ പോലെ. അപ്പൊ തന്നെ അതങ്ങ് വലിച്ചു പറിച്ചു കളഞ്ഞു. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ ചുറ്റിക്കൊടുത്ത് ഒരു ബോ കൂടി കെട്ടിയെടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോഴേക്കും ശുഭം. ടേബിൾ ലാമ്പാ ഉദ്ദേശിച്ചത്, അവസാനം ഇതൊരു ബൊക്കെ പോലെ ആയി. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് ഒക്കെ വെച്ച് കൊടുത്തപ്പോ നമ്മുടെ ടേബിൾ ലാമ്പ് ഏകദേശം റെഡി. പിന്നെ ഇത് എന്റേതായ തോന്നലില് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തെടുത്തായോണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നു. ഇതിന്റെ മേലെ ഭാഗത്ത് ഞാൻ കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ.